വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ സ്റ്റൈലുള്ള പ്രോൺ കറിയാണ്. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്കൊരു പാൻ എടുക്കാം. ഈ പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും ഒരു നുള്ള ഫെനുഗ്രീക്ക് ഉലുവായും കൂടെ ചേർക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങി ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഒപ്പം തന്നെ ഒരു 1/4 കപ്പേ ഉള്ളൂ, 1/4 കപ്പ് തേങ്ങാക്കൊത്ത്, ഒരു 20 അല്ലി ചുമന്ന ഉള്ളി സ്ലൈസ് ചെയ്തത്, 1.5 സവോള അതും സ്ലൈസ് ചെയ്തത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ച് പറക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അണിയൻസ് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ അണിയൻസിലെ വെള്ളം പെട്ടെന്ന് റിലീസാവും, പെട്ടെന്ന് അണിയൻസ് കുക്കാവും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഇത് സോട്ട് ചെയ്തെടുക്കാം. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർക്കാം. 2 മുളക്, വറ്റൽമുളക്, വെളുത്തുള്ളി എടുത്തേക്കുന്ന ഒരു 15 അല്ലി വെളുത്തുള്ളി ക്രഷ് ചെയ്തതാണ്, ചുമ്മാ ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി. ഇതുവരെയായിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ റോ സ്മെല്ല് പോകണം, അതുവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു മണമാണ്. അതിൻ്റെ പച്ചമണം ഫുൾ മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മസാലകളെല്ലാം ആഡ് ചെയ്യാം. ഈ റോ സ്മെല്ലെല്ലാം പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു നുള്ള ജീരകത്തിൻ്റെ പൊടി, ഒരു നുള്ള 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര സാധനങ്ങളാണ്. മസാല ഇടുമ്പം ബേൺഡ് ആവാതെ നോക്കണം, കരിഞ്ഞു പോകാതെ നോക്കുക. അപ്പോൾ ഒന്നുകിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്ന 2 ചെറിയ ടൊമാറ്റോ ആണ്, അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പം തന്നെ ആവശ്യത്തിന് സോൾട്ട് കൊടുക്കുക. ടൊമാറ്റോസ് മൊത്തം ഉടനെ നല്ല സോഫ്റ്റ് ആണ്, അതുവരെ ഇനി കുക്ക് ചെയ്തെടുക്കണം. ടൊമാറ്റോസ് എല്ലാം ഇട്ട് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ടേ ഉള്ളൂ, നന്നായിട്ട് ഉടയാനായിട്ട് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഹാഫ് കപ്പ് വെള്ളം ഒഴിച്ചു, തീ കുറച്ച് അടച്ചു വെച്ച് ഒരു 5-10 മിനിറ്റ് അടച്ചു വെക്കുക. ഇവിടെ നമ്മൾ അടച്ചൊരു 10 മിനിറ്റ് വെച്ചു. ടൊമാറ്റോസും എല്ലാം നന്നായിട്ട് ഉടഞ്ഞു, ഗ്രേവി ഒന്ന് തിക്കായി. ഈ സമയത്ത് ഇനി പ്രോൺസ് ആഡ് ചെയ്യാം. പ്രോൺസിന് വലിയ കുക്കിംഗ് ഇല്ല, കുറച്ച് സമയം എടുക്കത്തുള്ളൂ. കൂടുതൽ നേരം ഇട്ട് കഴിഞ്ഞാൽ പ്രോൺസ് ഇങ്ങനെ റബ്ബറിയാവും. അപ്പം അതുകൊണ്ട് അധികം കുക്ക് ചെയ്യാനായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നത്. പ്രോൺസ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് 1/2 കിലോ ആണ്. അതായത് 1 കിലോ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1/2 കിലോ കിട്ടത്തുള്ളൂ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ 1/2 കിലോ ഉണ്ട് ഈ പ്രോൺ. ആവശ്യത്തിന് സോൾട്ട് കൊടുക്കുക. റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്തു. ഇനി നമുക്ക് ഗ്രേവി ആയിട്ടാണല്ലോ വേണ്ടത്, അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. ഈ ചൂടുവെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ വെച്ച് ഒന്നുകൂടെ ടേസ്റ്റാണ്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം.
എപ്പോഴും ടൈം നോക്കുന്നതിലും കൂടുതൽ നമ്മൾ അതിൻ്റെ പരുവം നോക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് കട്ടാവണം. ആ ഒരു പരുവം നോക്കുക എപ്പോഴും പ്രോൺസിന്. ഇത് കുക്ക്ഡ് ആയിട്ടുണ്ട് നന്നായിട്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് മുമ്പായിട്ട് ലാസ്റ്റ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം കുറച്ച് നല്ല വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിക്കും, ഒരു ടീസ്പൂൺ. ഇതൊരു ഫ്ലേവർ, നമ്മൾ ലാസ്റ്റ് ഇച്ചിരി നല്ല വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക്. നമ്മുടെ പ്രോൺ കറി റെഡിയായി. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സിമ്പിളായിട്ടുള്ള ഈ പ്രോൺ കറി നമ്മൾ ഫിനിഷ് ചെയ്തു. ഇത് ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു കറിയാണ്. എളുപ്പത്തിലല്ലേ, നമുക്ക് ഒത്തിരി പ്രോസസ്സൊന്നും ഇല്ലാത്തൊരു കുക്കിങ്ങാണ് നമ്മൾ ഈ കറിക്ക് ചെയ്തത്. ഇത് തേങ്ങാപ്പാലിട്ട് ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഭയങ്കര ബെറ്റർ ആവും. അപ്പോൾ ഇത് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.